ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു അടിപൊളി കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ഞാനൊരു 1 കിലോ കടല ഇന്നലെ കുതിർത്തിട്ടിരുന്നതാണ്. ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിട്ടിരിക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് നമുക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ തനിപ്പാൽ, ഇത് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മസാല. ഇതെല്ലാം കൊണ്ട് ശകലം വെള്ളത്തിൽ ഞാനൊന്ന് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു തിക്നെസ് ഉണ്ടാകും. പിന്നെ വേണ്ടുന്ന ചേരുവകളാണ് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കടലക്കറി നമുക്ക് കഴിക്കാം. നമ്മുടെ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അത് ഉള്ളിയെല്ലാം വഴഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് വാങ്ങാവുന്നതാണ്. കടല കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സമയലാഭമുണ്ട്. വഴറ്റിയ ചേരുവകളെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. നമുക്ക് അരപ്പെല്ലാം കൂടെ കലക്കി ഒഴിക്കാം. അപ്പോൾ കടലയുടെ വേവിനനുസരിച്ച് നമ്മൾ 5 വിസിൽ വരെ എടുക്കാവുന്നതാണ്. ചില കടല 3 വിസിലാകുമ്പം തന്നെ നന്നായിട്ട് വേവും. പഴുക്കമൊക്കെ ചെന്നതാണെങ്കിൽ 3-4 വിസിൽ വരുത്തണം. അപ്പോൾ ഇതെല്ലാം ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് തേങ്ങാപ്പാൽ. ഇനി അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. തേങ്ങയുടെ തനിപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത കടല ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ 3 വിസിലടിച്ചപ്പോഴത്തേന് വെന്ത് കിട്ടി. നല്ലൊരു മണവും രുചിയും നിറവും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ കടലക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്. ദോശയുടെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ നന്നായിട്ട് കഴിക്കാൻ, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. അപ്പോൾ നമുക്കിതൊന്ന് പുട്ടിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാലോ? എന്താ രുചി!